പടച്ചോൻ നിങ്ങൾക്ക് നൽകിയ ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം അത് ജുമുഅ ദിവസമാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. ജുമുഅ ദിവസം അത് ജീവിതത്തിലെ ഒരു വലിയ മനോഹരമായ സന്തോഷമുള്ള ധാരാളം സൗഭാഗ്യങ്ങളുള്ള ഒരു ദിവസമായി മാറണം ജുമുഅ. എത്ര വിഷമങ്ങളിലാണെങ്കിലും പ്രയാസത്തിലാണെങ്കിലും വേദനയിലാണെങ്കിലും ജുമുഅ ദിവസം നമുക്ക് വലിയ സന്തോഷമുള്ള ദിവസമാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ അഫ്ളലി അയ്യാമികും യൗമൽ ജുമുഅ. നിങ്ങൾക്ക് നൽകിയതിൽ ഏറ്റവും നല്ല ദിവസം, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം ജുമുഅയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേക പുണ്യമാണ്. അന്നത്തെ കുളി, അന്നത്തെ വുദൂ, അന്നത്തെ സുന്നത്തുകൾ, അന്നത്തെ ഭക്ഷണം, അന്നത്തെ എല്ലാ നന്മകൾക്കും അല്ലാഹു പ്രത്യേകമായി കൂലിയാ തരുന്നത്. സുബ്ഹാനല്ലാഹ്. പടച്ചവൻ എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിക്കാൻ ഓരോ ദിവസങ്ങൾ തിരഞ്ഞെടുത്തപ്പോ മനുഷ്യരാകുന്ന അവന്റെ ഉത്തമരായ പടപ്പുകളെ സൃഷ്ടിക്കാൻ അല്ലാഹു തിരഞ്ഞെടുത്തത് ജുമുഅ ദിവസമാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. ജുമുഅ ദിവസം നമ്മൾ ചിന്തിക്കുന്ന ഏക ലാഭം, ഇന്നത്തെ ദിവസത്തെ എന്റെ ലാഭം അത് പരലോകത്തിന്റെ ലാഭം മാത്രമായിരിക്കണം എന്ന് ചിന്തിക്കണം എന്ന് പരിശുദ്ധമായി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇദാ നൂദിയ ലിസ്സലാത്തി ഫീ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. ജുമുഅ ദിവസത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ, ജുമുഅയുടെ നേരമായാൽ നിങ്ങൾ അല്ലാഹുവിന്റെ പള്ളികളിലേക്ക് ധൃതിയിൽ പോയിക്കോ. നിങ്ങൾ ഇബാദത്തിന് വേണ്ടി ധൃതി കാണിച്ചോ. അത് കച്ചവടമാണെങ്കിലും മറ്റ് ഏത് വ്യാപാരങ്ങളാണെങ്കിലും ദുനിയാവിന്റെ എല്ലാ ലാഭങ്ങളും എത്ര തന്നെ കോടികൾ കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിച്ചാലും അതെല്ലാം ജുമുഅയ്ക്ക് വേണ്ടി ഒഴിവാക്കണം. ജുമുഅ കഴിഞ്ഞിട്ട് മതി എന്തും എന്ന് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അല്ലാഹു തആല ലാഭം വർദ്ധിപ്പിച്ചു കൊടുക്കും. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടം മുതൽ അവസാന കാലഘട്ടം വരെ പരിശോധിച്ചാൽ, അന്തിമ കാലഘട്ടം വരെ പരിശോധിക്കുകയാണെങ്കിൽ ഇസ്ലാമിൽ ആദ്യമായി കടന്നു വന്ന ബിദ്അത്ത്, ഇസ്ലാമിന് യോജിക്കാൻ കഴിയാത്ത, ദീനിനെ അനുകൂലിക്കാൻ കഴിയാത്ത ആദ്യത്തെ ബിദ്അത്ത് ഏതാണെന്ന് ചോദിച്ചാൽ പരിശുദ്ധമായ ജുമുഅയെ പരിഗണിക്കാത്തതാണ് ഏറ്റവും വലിയ നഷ്ടം. ജുമുഅ വരുന്നു എന്ന് കണ്ടാൽ നമ്മുടെ മുൻഗാമികളുടെ സന്തോഷം എത്രയാണ്. ഇന്ന് ജുമുഅയാണെന്നറിഞ്ഞാൽ തലേ ദിവസമേ അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി കൂടുന്നവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. ഇന്ന് ജുമുഅയാണെങ്കിൽ തലേ ദിവസമേ അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി കൂടുന്നവർ, അവർക്ക് ജുമുഅ ഒരു പെരുന്നാളാണ്. ഏറ്റവും സന്തോഷത്തിന്റെ ദിവസമാണ് അവർക്ക് ജുമുഅ. ജുമുഅ അവർക്കൊരു പെരുന്നാളാണ്. അല്ലേ ജുമുഅകളിൽ വിളിച്ചു പറയുന്നത്? ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് തന്നെ അങ്ങനെയാണ്. അൽ ജുമുഅതു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ. അതേ ജുമുഅ എന്ന് പറയുന്നത് അത് വേണ്ട പോലെ അതോടെ ആദരവോടെ മര്യാദയോടെ അതിനെ കൈകാര്യം ചെയ്താൽ അത് ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്ന ദിവസമാണ്. കുറഞ്ഞ നേരം മതി ഹജ്ജ് ചെയ്ത കൂലി കിട്ടും. മാത്രമോ ആ ജുമുഅയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് മുസ്ലിം ലോകത്തിന്റെ, വിശ്വാസി സമൂഹത്തിന്റെ, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അത് വലിയ ആദരവും ബഹുമാനവും ഇഷ്ടവും കൊടുക്കൽ സുബ്ഹാനല്ലാഹ് മറ്റേ ദിവസങ്ങളെക്കാളും പുണ്യമാണ്. അത് ഈദുൽ മുഅ്മിനീൻ, അത് വിശ്വാസികൾക്ക് പെരുന്നാളാണ്. അല്ലേ? നമ്മുടെ മുൻഗാമികൾക്കൊക്കെ നമ്മുടെ വീടുകളിൽ പ്രത്യേകമായ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നെങ്കിൽ തന്നെ അത് ജുമുഅ ദിവസമായിരിക്കും. അതിന്റെ ബർക്കത്തുണ്ടായിരിക്കും. ജുമുഅയെ വേണ്ട പോലെ പരിഗണിക്കണം. ഇസ്ലാം കണ്ടതിൽ ആദ്യത്തെ മോശപ്പെട്ട കാര്യം ജുമുഅയെ താമസിച്ചു പോകലാണ്. ജുമുഅ അവസാനിക്കുന്ന നേരമാകുമ്പോൾ ധൃതിയിൽ ഓടി വരിക, എടുക്കുക, പെട്ടെന്ന് കയറുക. ജുമുഅ ഏതെങ്കിലും ഒരു റക്അത്തിന്റെ ഒരു ഭാഗത്തിൽ എന്തെങ്കിലും കിട്ടാൻ കാട്ടിക്കൊടുക്കുക. പഠിച്ചു വെച്ചോ, ഇത് വല്ലാത്തൊരു അപകടത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, നിന്റെ ജുമുഅ നിനക്ക് നഷ്ടമായിട്ടുണ്ടോ? ജുമുഅയിൽ നിനക്ക് ലഭിക്കേണ്ട പ്രതിഫലങ്ങൾ നശിച്ചിട്ടുണ്ടോ? എങ്കിൽ നീ ആലോചിക്കണം. ആ ആഴ്ചയിൽ നിനക്ക് വരാൻ പോകുന്ന ഓരോ ദിവസങ്ങളും നിനക്ക്
നിനക്ക് നഷ്ടമാണ്. ഒരാളുടെ ജുമഅയ്ക്ക് ലഭിക്കേണ്ട നന്മകൾ നശിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരാനുള്ള ദിവസങ്ങളിലുള്ള എല്ലാ നന്മയും നശിച്ചു പോകും. എന്നാൽ ഒരു ജുമഅ വേണ്ട പോലെ നല്ല മര്യാദയിൽ അതിന്റെ സുന്നത്തുകളും അതിന്റെ ഫർളുകളും അതിന്റെ മര്യാദകളും അതിന്റെ അദബുകളും ആദരവുകളും പാലിച്ചിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്ന ദിവസങ്ങളെല്ലാം അത് കാരണമായി നന്നാകുമെന്ന് സയ്യിദുനാ ഇമാം ഗസാലി റഹിമത്തുള്ളാഹി അലൈഹി പറയാണ്. അയ്യകൂന കഫാറത്തൻ ലിബഖിയത്തിൽ ഉസൂർ. ആ ആഴ്ചയിലുള്ള ബാക്കിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുന്ന എല്ലാ പ്രതിസന്ധികളും ജുമഅ കൊണ്ട് പരിഹരിക്കുന്നു. തങ്ങൾ പറയുകയാണ്, ഒരു ജുമഅ എന്ന് പറയുന്നത് അടുത്ത ജുമഅ നടക്കുന്നത് വരെ തീർച്ചയായും നിന്റെ സകലമായ പാപങ്ങളും അല്ലാഹു പുറത്തു തരുന്നതാണ്. അൽ ജുമഅതു ഇലൽ ജുമഅതി മുകഫിറാത്തുൻ മാ ബൈനഹുന്നാ. മോനെ, ഈ ജുമഅയ്ക്ക് നീ വളരെ ശ്രദ്ധിച്ചു. ആ ജുമഅയ്ക്ക് വന്നപ്പോൾ മര്യാദയോടെ വന്നു, വളരെ നേരത്തെ വന്നു, പള്ളിയിൽ നീ ഇരുന്നു. പ്രശ്നമേ, ആ നേരം അത്രയും നീ അല്ലാഹുവോട് ദുആ ചെയ്തു. ആ ജുമഅയിൽ കൃത്യമായ അദബുകൾ പാലിച്ചു, ആ ജുമഅയിൽ കൃത്യമായ മര്യാദകൾ പാലിച്ചിരുന്നു നീ ഉണ്ടല്ലോ, അടുത്ത ജുമഅ നടക്കുന്നത് വരെ നീ സുരക്ഷിതനാകും. ആര് പറഞ്ഞു? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. നിന്റെ ചെറുപാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരുന്നതാ. മുകഫിറാത്തുൻ മാ ബൈനഹുന്നാ. ജുമഅയെ നിസാരമായി കണ്ടവരല്ല, ജുമഅ അതൊരു കുറവായി കണ്ടവരല്ല, ജുമഅ സാധാരണ പോലെ ഒരു ദിവസമാണെന്ന് കണ്ട വ്യക്തികളെല്ലാം നടന്നിട്ടുണ്ട്. ആ ഭാഗം കൂടി നമ്മൾ പഠിക്കണം. ജുമഅ നിസാരമാണ്, ജുമഅയ്ക്ക് പ്രത്യേകതയൊന്നുമില്ല, അത് സാധാരണ പോലെ, അത് തിങ്കളാഴ്ച പോലെ, ചൊവ്വാഴ്ച പോലെ, ബുധനാഴ്ച പോലെ, വ്യാഴാഴ്ച പോലെ ഒരു ദിവസമാണ് വെള്ളി എന്ന് കണ്ടിട്ടുണ്ടോ? വെള്ളിയാഴ്ചയുടെ മഹത്വത്തെ കുറവാക്കി കണ്ടവരെല്ലാം അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടു. ജുമഅ ദിവസം 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 3 കാര്യങ്ങൾ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തത്, ജുമഅ ദിവസമായാൽ ആ സമയങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ, ആ സമയങ്ങളെ നമ്മുടെ ബഹുമാനത്തോടെ കാണുന്നത് പോലെ, മറ്റു ദിവസങ്ങളെക്കാൾ പ്രത്യേകതയോടെ കാണുന്നത് പോലെ, മറ്റു ദിവസങ്ങളിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെക്കാൾ പ്രത്യേകമായ ഭക്ഷണം ഉണ്ടാകുന്നത് പോലെ തന്നെ പ്രത്യേകമായ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണേ. അത് ജീവിതത്തിന് വലിയ ബറക്കത്തുണ്ടാകുന്നതാണ്. അതിൽ ഒന്നാമത്തത് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജുമഅയുടെ രാവിലോ പകലിലോ സൂറത്തുൽ കഹ്ഫ് ഓതണമെന്നാണ്. സൂറത്തുൽ കഹ്ഫ് ഓതണം. ജുമഅയുടെ രാവിലോ ജുമഅയുടെ പകലിലോ സൂറത്തുൽ കഹ്ഫ് ഓതൽ വലിയ പുണ്യമാണ്. എന്തെല്ലാം മഹത്വങ്ങളാണ് അതിലുള്ളത്. ഒരാൾ സൂറത്തുൽ കഹ്ഫ് ഓതുന്നത് ഏത് സ്ഥലത്ത് വെച്ചാണോ അവിടെ മുതൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബ വരെ അല്ലാഹു വെളിച്ചത്തിന്റെ വഴിയൊരുക്കുന്നതാണ്. സൂറത്തുൽ കഹ്ഫ് ഓതുന്നത് നമ്മുടെ വീട്ടിലിരുന്നാണോ, നമ്മുടെ സ്ഥാപനത്തിലിരുന്നാണോ എങ്കിൽ അത് അത്ഭുതമാണ്. അൽഹംദുലില്ലാഹ്, നീ കഹ്ഫ് ഓതാനിരിക്കുന്ന സ്ഥലം മുതൽ പരിശുദ്ധ കഅബാലയം വരെ അല്ലാഹു ഒരു വെളിച്ചത്തിന്റെ വഴിയൊരുക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല, അടുത്ത ജുമഅ വരെ ആ സൂറത്തുൽ കഹ്ഫ് ഓതിയത് കാരണമായി അല്ലാഹു നിന്റെ എല്ലാ വിഷമങ്ങളും മാറ്റി തരുന്നതാണ്. മൂന്നാമത്തെ മഹത്വം, 70,000 മലക്കുകൾ നിനക്ക് വേണ്ടി സദാ പ്രാർത്ഥനയോടെ കാത്തിരിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. നാലാമത്തെ മഹത്വം, ദജ്ജാൽ എന്ന് പറയുന്ന ഒരു വലിയ ഫിത്ന പുറപ്പെടാനുണ്ട്. ആ സമയത്ത് നിനക്ക് ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്ന് സുരക്ഷ ലഭിക്കുന്നതാണ്. നീ ഭയപ്പെടുന്ന രോഗങ്ങൾ, അത് കുഷ്ഠമാകട്ടെ, ജനങ്ങൾ വെറുക്കപ്പെടുന്നതാകട്ടെ, ഓപ്പറേഷൻ വിധേയമാകുന്ന മുഴകളിലെ അത്തരം രോഗങ്ങളിൽ നിന്ന് നിന്റെ ശരീരത്തെ പുറച്ചെടുത്ത് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഈ സൂറത്തുൽ കഹ്ഫ് സ്ഥിരമായി ഓതുന്നുണ്ട് എന്ന കാരണത്താൽ അല്ലാഹു നിനക്ക് സലാമത്ത് നൽകുന്നതാ, നിനക്ക് കാവൽ നൽകുന്നതാ. നബി മുഹമ്മദ് മുസ്തഫ ഒരിക്കലും വെള്ളിയാഴ്ചയോ നമ്മൾ മുടങ്ങരുത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലണേ. എല്ലാ ദിവസവും സ്വലാത്ത്, പ്രത്യേകിച്ച് ജുമഅ ദിവസത്തിൽ പ്രത്യേകമായി സ്വലാത്ത് വർദ്ധിപ്പിക്കണം. നീ വ്യാഴാഴ്ച വരെ ചൊല്ലിയത് 100 സ്വലാത്താണെങ്കിൽ വെള്ളിയാഴ്ച അത് 101 വർദ്ധിപ്പിക്കണം.
300 സ്വലാത്ത് ചൊല്ലിയവൻ അതിനെ 300 കൂടുതലായി ചൊല്ലി വെക്കണം എന്ന് ജുമുഅ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമുഅയുടെ മഹത്വങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ജുമുഅയിൽ പരിപാലിക്കേണ്ട ചിട്ടകളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ജുമുഅയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ജുമുഅയുടെ മഹത്വങ്ങളും അതവുകളും പറഞ്ഞ കൂട്ടത്തിൽ നബിതങ്ങൾ എടുത്തു പറഞ്ഞു അഖ്സിറൂ അലയ്യ മിനസ്സലാ കാരണം ഫഇന്ന സ്വലാത്തകും ആ ദിവസം നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകളുണ്ടല്ലോ വ്യക്തമായി ചൊല്ലുന്ന വ്യക്തിയടക്കം അല്ലാഹു എനിക്ക് പരസ്യമാക്കി തരുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് അതേ നബി തങ്ങൾ പറഞ്ഞു അഖ്സിറൂ അലയ്യ മിനസ്സലാത്തി ഫീഹി ജുമുഅ ദിവസം നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് വർദ്ധിപ്പിക്കണേ. മൂന്നാമത്തെ കാര്യം എന്റെ പ്രിയപ്പെട്ടവരെ, ജുമുഅ ദിവസം പ്രാർത്ഥനകൾക്ക് വേണ്ടി, ദുആകൾക്ക് വേണ്ടി, ദിക്റുകൾക്ക് വേണ്ടി പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തണേ. കാരണം വെള്ളിയാഴ്ച ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ രഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതേതറിയോ? ഒരടിമ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു തആല സഡൻ ആക്ഷൻ എടുക്കുന്ന, പെട്ടെന്ന് വിളിക്കുകയും ഉത്തരം ചെയ്യുകയും ചെയ്യുന്ന ഒരു രഹസ്യമായ സമയം ജുമുഅയ്ക്കിടയിലുണ്ട്. ആ സമയത്തെ നമ്മൾ പാലിക്കുകയും ചെയ്താൽ അൽഹംദുലില്ലാഹ് അവിടെ രക്ഷപ്പെടുന്നതാണ്. ജുമുഅ ദിവസം ഒരു രഹസ്യമുള്ള ഒരു അമൂല്യമായ ഒരു മുത്തൊടിച്ചിരിക്കുക, അതേതാ? അത് ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയുടെ നേരം. ആ നേരം എപ്പോഴാണ് എന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ജുമുഅ ദിവസം അസ്ർ നമസ്കാരത്തിന് ശേഷമാണ് ആ സമയം. അനേകം പണ്ഡിതന്മാർ പറഞ്ഞു അല്ല, ജുമുഅ ദിവസം ഇമാം ഖുത്ബ ഓതുന്ന നേരത്ത് 2 ഖുത്ബകൾക്കിടയിലാണ് ആ സമയം എന്ന് പറയുന്നു. ചില പണ്ഡിതന്മാർ പറയുന്നു ജുമുഅ നമസ്കാരം കഴിഞ്ഞ ഉടനെയാണെന്ന് പറയുന്നു. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ജുമുഅ ദിവസം അത് ധാരാളം ദുആ ചെയ്യേണ്ട ദിവസമാണ്. ശേഷിക്കുന്ന 6 ദിവസങ്ങളിൽ നിനക്കത് താങ്ങുമാവും തണലുമാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഇന്ന ഫിൽ ജുമുഅത്തി സഅത്തുൻ, ജുമുഅ ദിവസം ഒരു നേരമുണ്ട്, ഒരു വിലപിടിപ്പുള്ള നേരമുണ്ട്. ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമൻ, ഒരു മുസ്ലിമായ സഹോദരൻ ആ നേരത്തെ എന്തെങ്കിലും അല്ലാഹുവിനോട് ചോദിച്ചാൽ, അവൻ ദുആ ചെയ്താൽ ഇല്ലാ അഅതാഹു ഇയ്യാ, അവൻ എന്താണോ ചോദിച്ചത് ആ ചോദിച്ച കാര്യം അല്ലാഹു ഉറപ്പായും നൽകുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആ ജുമുഅയുടെ ദിവസം, ആ ജുമുഅ നേരം, ആ ജുമുഅയുടെ നേരങ്ങൾ അത് ദുആയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ജുമുഅ ദിവസത്തിൽ അമൂല്യമായ ദിക്ർ ഞാൻ ഓർമ്മപ്പെടുത്താം. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് ജീവിതത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധി അനുഭവിക്കുന്ന വലിയ കടമുള്ള ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, അലിയാർ തങ്ങളെ, നബി തങ്ങളോടൊപ്പം ദീർഘകാലം ജീവിച്ചവരല്ലേ, നബിതങ്ങൾ പഠിപ്പിച്ചു വന്ന അനേകം അറിവുകൾ ജീവിതത്തിൽ പകർത്തുന്നവരല്ലേ, പറയുന്നവരല്ലേ, പഠിപ്പിക്കുന്നവരല്ലേ, അന്യായങ്ങളെ, ഞാൻ വല്ലാത്ത പ്രതിസന്ധിയിലാ, സാമ്പത്തികമായി ഞാൻ തകർന്നിരിക്കുന്നു തങ്ങളെ, എനിക്ക് കരകയറാൻ, എനിക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ തങ്ങളെ എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹോദരാ, എല്ലാ ജുമുഅ ദിവസങ്ങളിലും ജുമുഅ നമസ്കാരം കഴിയുമ്പോ അല്ലാഹു യുഗ്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാ, ഈ ദിക്ർ നീ വർദ്ധിപ്പിക്കണം. എത്ര നിന്നെ കൊണ്ട് ചൊല്ലാൻ കഴിയുമോ അത്ര തന്നെ നീ വർദ്ധിപ്പിച്ചോ. നിന്റെ എല്ലാ സാമ്പത്തികമായ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നത്, തീർന്നാലും തീരാത്തതും തോരാത്തതുമായ നിന്റെ കടങ്ങളെല്ലാം അല്ലാഹു തീർത്തു തരുമെന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. വന്നേ ഏതാണ് ആ ദിക്ർ? അല്ലാഹുമ്മ യുഗ്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാ. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയാ, ജുമുഅ നമസ്കാരം കഴിഞ്ഞ് 28 തവണ
രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ദുആ ചെയ്യുന്ന രൂപത്തിൽ തന്നെ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ചേർത്ത് വെച്ച് കിബിലയ്ക്ക് നേരെ ഇരുന്നു കൊണ്ട് 28 തവണ ഈ ദിക്ർ ആവർത്തിച്ചാൽ വരും ദിവസങ്ങളിൽ നിനക്ക് കാണാം നിന്റെ മുമ്പിൽ അല്ലാഹു തആല എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്ന വാതിൽ തുറന്നു തരുവത്രേ.